അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുവ വരകിയെടുക്കുന്നത്. ഈ കുവ വരകുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ്. ഇനി ഈ കൂവപ്പൊടി കട്ടയില്ലാതെ ഇരിക്കാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി കലക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു സോസ് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൈ വെക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. കൈ വെക്കാതെ വേണം ഇളക്കിയെടുക്കാൻ. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഈ ശർക്കരപ്പൊടി നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കരപ്പൊടിയാണ്, ഒന്നും മണ്ണൊന്നുമില്ല കേട്ടോ. 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കൈ വെക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ബൗള് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ അങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണല്ലോ. ഈ സമയത്ത് ഞാൻ മധുരം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുരം ഇല്ല. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മധുരം ബാലൻസിനായി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ കൂവ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ച ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഇട്ട് ഉണ്ടാക്കിയത് കുട്ടികൾക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടി വരകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശർക്കര ഇടുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.